ഞാനൊരു ദിവസം അന്ന് രാത്രി ഇത് മൊത്തം കിട്ടിയതിന് ശേഷം അഫ്താബിനെ കൂട്ടിയിരുന്നു. ഒരു 15 പോയിന്റ്സ് ബദറുമായിട്ട് ബന്ധപ്പെട്ട് ChatGPT തന്നു. അപ്പോൾ ഞാൻ അഫ്താബിനെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അഫ്താബ് എല്ലാം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ അഫ്താബ് ChatGPT തന്ന പോയിന്റ്സ് ആണ്. ഞാനും ആലോചിച്ചാൽ അത്ര അത് പറയാൻ കഴിയില്ലെങ്കിൽ നമ്മളിപ്പോൾ വളരെ ചെറിയ ടാസ്കിൽ പോലും നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും നമ്മൾ AI ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നാളെ ഇതില്ലെങ്കിൽ നമുക്ക് മുമ്പ് ചെയ്തിരുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റുമോ? ഇൻഷാ അല്ലാ നമ്മൾ ഒരു മാസത്തിന് ശേഷം നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഒരു മാസമായി. അപ്പോൾ ജാമ്യയിൽ കോഴ്സ് കഴിഞ്ഞ് മിനാജ് HCയിൽ പഠിക്കുന്നുണ്ട്, ഒരു കൊല്ലം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരക്കുകളിൽ ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും നാട്ടിലെത്തി ഒരു എപ്പിസോഡ് ചെയ്തിരുന്നില്ല അല്ലേ. അപ്പോൾ ആ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ ഹാഫിസ് ഇങ്ങനെ എപ്പോഴും പറയുന്നൊരു സാധനമായിരുന്നു, നമ്മൾ AI കൂടുതൽ നമ്മളെ എപ്പിസോഡുകളിലേക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്പ്ലോറേഷൻ നടക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്നിരുന്നത് AI ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാമെന്ന് വിചാരിക്കും. ഇൻട്രൊഡക്ഷൻ എന്ന സെൻസിലല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ AI ഒരുപാട് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഇടവൈകുന്ന ആളാണ്. നമ്മൾ AI കുറിച്ച് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തില്ല. നമ്മൾ അൺലേൺ വിത്ത് അജ്മലിനെ കുറിച്ച് ഓപ്പൺ ചെയ്തില്ല. അത് ടെക്നിക്കലി നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ എങ്ങനെയായിരിക്കും, നമ്മുടെ ഒരു ജനറേഷൻ എങ്ങനെയാണ് AI യൂസ് ചെയ്യുന്നത്, മൊത്തത്തിൽ AI എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് ആ എപ്പിസോഡ് ഇപ്പോൾ ഒരു കൊല്ലം ഇറങ്ങി ഒരുപാട് മാറ്റം അതിന് ശേഷം വന്നില്ലേ. അപ്പൊ അതിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. എൻ്റെ ഒരു അറ്റം എത്തുള്ളൂ. നമ്മളോട് പലരും ചോദിക്കലുണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യും. നമ്മൾ Q&A ഇടുമ്പോൾ പേഴ്സണൽ മെസ്സേജസിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ആൾക്കാർ ചോദിക്കലുണ്ട്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇതിപ്പോൾ എന്താ സംസാരിക്കുക, അതിനെ എവിടേക്കത് എത്തുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ഇന്നും എവിടെ എത്തുന്നില്ല. ഇന്നെന്താ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഇതിൽ നിന്ന് ഒരാൾക്ക് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു വേറൊരു ട്രജക്ടറി എക്സ്പ്ലോർ ചെയ്യാം, അതിൻ്റെ തന്നെ വേറൊരു സാധനം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം, അത് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകാം. നമുക്ക് എന്തായാലും തീരൂല, ഈ ഒരു വിഷയം എത്ര പറഞ്ഞാലും തീരൂല. വായിക്കുമ്പോൾ തന്നെ ഓരോ വിഷയം ഇപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ഇസ്ലാമിക് ആൻഡ് AI എന്നുള്ള വിഷയം എടുക്കുകയാണെങ്കിൽ അതന്നെ കുറേ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പം ഫ്ലോ ചാർട്ടിലുള്ള ഒരു പോയിന്റ് മാത്രമാണ് AI ആൻഡ് ഇസ്ലാം ഇട്ടത്. നോക്കുമ്പോൾ അത് ഫ്ലോ ചാർട്ട് ഒരു പോയിന്റ് ആയി പോരാ, അതിനെ പറ്റിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറെ ഡിസ്കസ് ചെയ്യേണ്ടി ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൊല്ലം മുമ്പുള്ള ഞാൻ ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊല്ലം മുമ്പുള്ള വീഡിയോസ്, 2 കൊല്ലം മുമ്പുള്ള വീഡിയോസ്, പക്ഷെ അതൊക്കെ ബേസിക് സാധനങ്ങൾ പറയുന്നുള്ളൂ. അത് ഇപ്പോഴും, അതായത് ഇപ്പോഴും ചില വർക്ക്ഷോപ്പൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ വർക്ക്ഷോപ്സ് ഇൻ ദ സെൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ബേസിക് സാധനങ്ങളായിരിക്കും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അതിനെക്കാട്ടും എത്രയോ അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഇപ്പോഴും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്ന വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം അത് നീഡായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ ഇപ്പൊ പലരും AI വർക്ക്ഷോപ്പുകൾ നല്ല ഫിനാൻസ് വലിയ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും AI വർക്ക്ഷോപ്പ് കൊടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് അത് AI നമുക്കൊരു വർക്ക്ഷോപ്പ് കൊടുക്കാൻ പറ്റൂല. വർക്ക്ഷോപ്പ് ഉണ്ടാക്കാൻ എത്ര പണിയുണ്ട്, അതിൻ്റെ ഒരു സിലബസ് ഉണ്ടാക്കുക, അത് പ്രൊഡക്ഷൻ നടത്തുക, പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ സെയിൽസ്, മാർക്കറ്റിംഗ്, അപ്പോഴേക്ക് അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റ് ആയിട്ട് അത് പോകും. ഇതുവരെ ചരിത്രത്തിൽ കാണാത്തൊരു പ്രിമിറ്റീവ് പീരീഡ് എന്നൊക്കെ പറയാം. ഇങ്ങനെ ഡെവലപ്പായി വരുന്നുള്ളൂ. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ലെവലൊന്നും എത്തിയിട്ടില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സാധനമായിട്ട് ഇങ്ങനെ ടെക്നോളജിയാണ്. ടെക്നോളജി ഗ്രാജുവലി ഇങ്ങനെ ഡെവലപ്പ് ജോബ് കളിയുന്നുണ്ട്. ഇപ്പം കുറെ ടെക്നോളജി ചേഞ്ച്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു AI തിങ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളെ ജനറേഷന് ഇങ്ങനത്തെ ഒരു യൂസ് ഓഫ് ഫിസിക്കൽ നമ്മളങ്ങനെ ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ഒരു ലിമിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ അടുത്തുള്ള ഡിവൈസ് നമുക്ക് തരുന്നു. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. നമ്മളടക്കം ഗ്രോ ചെയ്ത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ജനറേഷന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വിച്ച് ഫോണും മൊബൈൽ ഫോൺ, സ്വിച്ച് ഫോൺ ശീലിച്ച ജനറേഷൻ പെട്ടെന്ന് ഈ സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ സ്വിച്ചയുടെ ഒരു നെറ്റലുണ്ടാവില്ലേ. എൻ്റെ വീട്ടിലേക്കൊക്കെ എൻ്റെ ഉപ്പ ആദ്യത്തെ ഈ ടച്ച് ഫോൺ ഇടുന്നപ്പോൾ നമ്മള് ഞാൻ മറ്റേ നമ്മള് ലോക്ക് വർക്കുമല്ലോ, ലോക്ക് വർക്കുന്നതിന് ഭയങ്കര അതായത് സ്വിച്ച് ഫോൺ യൂസ് ചെയ്ത് ശീല ആൾക്കാർ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ വരിക. കാരണം വളരെ എക്സ്പീരിയൻസ് അതിലേക്ക് അങ്ങനെയുള്ളത്. പക്ഷെ അവൾക്ക് അതേപോലെ തന്നെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഡിവൈസ് നമ്മളങ്ങനെ കുറേ റെസ്പോൺസ് അങ്ങോട്ട് എടുക്കുന്നു. ഡിവൈസ് അതിൻ്റെ ഒരു ലിമിറ്റിൽ നിന്നിട്ടുള്ള റെസ്പോൺസ് മാത്രം നമുക്ക് തിരിച്ചു തരുന്നു. അത് AI-യിലേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ അടുത്ത ജനറേഷൻ സംബന്ധിച്ചിടത്തോളം അത് ബിഗ് തിങ് ആയിരിക്കൂല. കാരണം ഓലെന്താണ് നേറ്റീവ്സ് ആയിരിക്കും, അവർക്കിതൊരു പ്രശ്നമാവില്ല. നിങ്ങളൊക്കെ എങ്ങനെ പേഴ്സണൽ ലെവല് ഇത് AI എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഭയങ്കര ഇതാണല്ലേ. ഐ മീൻ എല്ലാ ടൂൾസിലും ഞാൻ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ആപ്പ് AI ഉപയോഗിക്കാത്തതുണ്ടോന്ന്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പുകളായിക്കോട്ടെ, സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, ഇതിൽ ഏതെങ്കിലും AI ഇല്ലാത്തതുണ്ടോ നോക്കി.
എനിക്ക് ആകെ ഒന്നാ ഫൈൻഡ് ചെയ്യാൻ പറ്റിയത്. ഇവൻ നോട്ട്സിൽ പോലും AI ഉണ്ടാവുമല്ലോ, പ്രോക്രിയേറ്റിൽ AI ഇല്ല. വരക്കുന്ന പ്രോക്രിയേറ്റ് അവരുടെ ഒരു പോളിസി ആയിട്ട് വെച്ചു. ഞാൻ നോക്കിയപ്പോൾ അവർക്ക് AI ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളത് അവരുടെ പോളിസി. പ്രോക്രിയേറ്റ് പറഞ്ഞാൽ വരക്കുന്ന ആപ്പ് നമ്മൾ ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന എത്രയോ മാറിയില്ല. ഇപ്പം വരക്കുന്നില്ലല്ലോ ആരും, കുറെ ആൾക്കാരൊക്കെ ഒഴിവാക്കിയില്ല. ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ കോമഡിയാ എന്തിനു ഫിലിം പ്രൊഡക്ഷൻ A24 ഓല AI യൂസ് ചെയ്യുന്നതിന്റെ ഭയങ്കര പ്രശ്നമായി. A24 ആണോ അതോ എനിക്ക് തോന്നുന്നു A24 പ്രൊഡക്ഷൻ ഹൗസാണ് വേറെ പ്രൊഡക്ഷൻ കമ്പനി. അവർ പറയുകയാണ് സിനിമാ ഫീൽഡിലേക്ക് AI വരിക എന്നുള്ളത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണല്ലോ. അപ്പോൾ ക്രിയേറ്റീവ് സ്പേസ് എന്താണ്, അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വൺ ഓഫ് ദ ടോപ്പ് ഒറിജിനൽ A24 ഞാൻ തോന്നുന്നു ഒറിജിനൽ കണ്ടന്റ് ഉള്ള A24 ഒബ്സഷനൊക്കെ A24 ഏതാ റോ ഫിലിം ഒബ്സഷൻ A24 ബ്ലാക്ക് റൂം സോറി. അപ്പോൾ ഓലും AI-യിലേക്ക് പ്രിഫർ ചെയ്യാന്ന് പറയുമ്പോൾ ഒറിജിനൽ സിനിമ നഷ്ടപ്പെടുന്നുള്ള ഡിസ്കഷൻ. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ മാർട്ടിൻ സ്കോർസിസ് മൂപ്പര് പേരെന്ന് അറിയാം. മൂപ്പരും AI യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒറിജിനൽ സ്ക്രിപ്റ്റ് എത്ര നിങ്ങളെ ബാക്കി ഉണ്ടായുള്ളൂ എന്നിട്ട് കുറെ ആൾക്കാർ ഈ ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് AI വരുമ്പോൾ എപ്പിസോഡുകൾക്ക് പലപ്പോഴും ഈ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് ഒരു ഇതിൽ ഞാൻ ടോക്കിലുണ്ടായിരുന്നു. അതായത് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് മേ ബി ഒരു നിയർ ഫ്യൂച്ചറിൽ അതൊരു നീഷ് ആർട്ട് ഫോം ആയിട്ട് മാറും. കാരണം അത്ര എക്സ്പെൻസീവ് ആയ സാധനമാണല്ലോ. നമ്മളിപ്പോൾ വീഡിയോ ക്രിയേഷന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രിപ്റ്റ് ചെയ്ത് പിന്നെ നേരെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്, പിന്നെ പ്രോംപ്റ്റ് ചെയ്ത് വിഷ്വൽസ് ഉണ്ടാക്കി നേരെ വീഡിയോക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഒരു ഇങ്ങനെ വീഡിയോ ഒരാൾ വന്ന് ഷൂട്ടൊക്കെ ചെയ്ത് എത്ര പണിയാണ് ഒരു സിനിമ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ, ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ. അതൊന്നും ഇല്ലാതെ ആ ഇന്റർവ്യൂ ഇന്റർവ്യൂ പറയുന്നൊരു കുറെ ക്രിയേറ്റീവ് ഫീൽഡിൽ AI വരുമ്പോഴുള്ള ഒരു കൺസേൺസ് ഒക്കെ ഇത്. പക്ഷേ ഈ പറയുന്ന കുറെ സാധനങ്ങൾ രസമായിട്ട് ഫീൽ ചെയ്ത്. അതായത് ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്, അതായത് പുലി വരുന്നേ എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുലി പിടിച്ചു കഴിഞ്ഞ് നമ്മളൊക്കെ AI എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ കുറെ ഡിസ്കഷൻ നടത്തിയിട്ട് കാര്യമില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മൾ AI കൾച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എപ്പിസോഡ് വരെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാൻ ബിഗിനർ നമ്മളൊരു ഫീലിംഗ്സ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ DM കുറെ ആൾക്കാർ AI ആയിട്ട് ബന്ധപ്പെട്ട് സെഷൻസിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രം അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കമ്മ്യൂണിറ്റിയിൽ ഇട്ടല്ലോ ഇതിനെ പറ്റി എപ്പിസോഡിന്. അപ്പൊ ചോദിക്കുന്ന ഏത് ആംഗിളിലാണ്, ഇതൊന്നും അല്ലാത്ത കുറെ ആംഗിൾസ് ഉണ്ടാവും. ഈ കൾച്ചറിൽ ഒരു രസമുള്ള സാധനം. ഇപ്പോൾ ഇപ്പടുത്ത് ഇറങ്ങിയ മാതൃഭൂമി ഇതില് പതിപ്പില് അതിന്റെ എഡിറ്റർ സുഭാഷ് ചന്ദ്രനാണ്. അപ്പോൾ അതിന്റെ കുറിപ്പിൽ ഇങ്ങനെ തുടക്കത്തിലൊരു കുറിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ A എന്നാണ് അതിന്റെ ടൈറ്റിൽ. അപ്പോൾ അതിങ്ങനെ കുറച്ച് അതായത് ആർട്ടിസ്റ്റുകളും എഴുത്തുകാരൊക്കെ AI യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. സുഭാഷ് ചന്ദ്രൻ ഒരു സാധനം ചെയ്തു. മൂപ്പരെന്ത് ചെയ്തു, ഒരു പ്രണയ കവിത ഉണ്ടാക്കി. ജസ്റ്റ് ഒന്ന് എനിക്ക് ഇങ്ങനെ ഒരു സിനാരിയോ പറഞ്ഞ് മൂപ്പര് AI-ക്ക് പ്രോംപ്റ്റ് കൊടുത്ത് അത് ഒരു 14 വരി കവിത തന്നു. എന്നിട്ട് മൂപ്പര് അതിനൊരു തീന്ന് പേര്, ആ പേരും AI ഇട്ടെന്ന്. മൂപ്പര് എന്നിട്ട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പബ്ലിഷേഴ്സിന് ഈ കവിത അയച്ചു കൊടുത്തു. ഞാൻ കുറെ കാലത്തിന് ശേഷം ഉണ്ടാക്കിയ കവിതയാണ്. ഓരോന്നോ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, ഞങ്ങൾ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കാറ്. എന്നിട്ട് മൂപ്പര് അപ്പം തന്നെ എന്ത് ചെയ്ത് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ ചെയ്തതല്ല, മെഷീൻ ചെയ്തതാണ്, ഇത് പ്രസിദ്ധീകരിക്കരുത്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ അത് ഡസ്റ്റിലാണ് പറയുന്നത്. ഇതെന്താ എത്രത്തോളമാണ് AI നമ്മളിങ്ങനെ പറയുമല്ലോ, ഇത് മനുഷ്യന്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതിന്റെ സർഗാത്മകത, അതൊന്നും അതിന്റെ ഒരു ഹ്യൂമൻ ഇമോഷന്റെ അടുത്തേക്കൊന്നും AI എത്തൂലെന്നറിയും. പക്ഷെ നമുക്കത് ആ ഒരു ലെയർ ഇങ്ങനെ കാണാൻ പറ്റാത്ത കോലത്തിൽ അതിങ്ങനെ നീർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുഭാഷ് ചന്ദ്രൻ ഇങ്ങനെ അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ എന്താ ആ ചിരി ഉണ്ടെങ്കിലും ആ ചിരിയിലൊരു ഒരു ഒരു സങ്കടം ഘനീഭവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ എഴുത്ത് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയ നമ്മള് തദബ്ബുർ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ തദബ്ബുറിനെ ഉപയോഗിക്കലുണ്ടോ? ഐ മീൻ അതിന്റെ ഇതിന് വേണ്ടിയിട്ട് ഫോർമേഷൻ ആ ഒരു പോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആദ്യം ഒരു AI സിസ്റ്റം ഉണ്ട് തദബ്ബുർ ചെയ്യാൻ. ഓൾറെഡി ആരോ ഉണ്ടാക്കി വെച്ചൊരു തദബ്ബുർ AI എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഖുർആൻ AI ഞാൻ തോന്നുന്നുണ്ട്. അത് നമ്മള് ഖുർആനത്തെ ഡാറ്റ മൊത്തം അതിലുണ്ട്, തഫ്സീറുകളടക്കം. അപ്പൊ നമ്മളൊരു വേഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കണ്ടംപററി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു ആർട്ടിക്കിൾ നമുക്ക് തരും. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതൊക്കെ പോയിട്ട് ഇന്ററാക്ട് ചെയ്യാം. തദബ്ബുറിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂള് AI. അപ്പൊ ഞാനത് പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. ഖുർആൻ AI ആണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു വയലറ്റ് ഒരു ഈജിപ്തിലുള്ള ഒരു സ്കോളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൂപ്പരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം. ഞാൻ അങ്ങനെ തഫ്സീർ നോക്കും, എന്നിട്ട് അത് ഇന്ററാക്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ എന്നിട്ട് അതിന്റെ ഒരു പടി മുകൾ അതിൽ കിട്ടുന്നത് കൂടുതലും നമുക്കൊരു ഫിക്സ്ഡ് റെസ്പോൺസ് ആണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് എടുത്തിട്ട് ChatGPT പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂളിൽ പോകും. എന്നിട്ട് ഞാൻ അതെന്ത് ചെയ്യും, ഒന്നുകൂടി സ്ട്രക്ചർ ആക്കും. എന്നിട്ട് ചോദിക്കും
ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഈ വാക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും. ഞാനൊരു ദിവസം അന്ന് രാത്രി ഇത് മൊത്തം കിട്ടിയതിന് ശേഷം അഫ്താബിനെ കൂട്ടിയിരുന്നു. ഒരു 15 പോയിന്റ്സ് ബദറുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ChatGPT തന്നു. ഭയങ്കര കണക്റ്റബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ബദറിൽ ഈ വാക്ക് എന്തുകൊണ്ടാണ്, പാദങ്ങളോട് ഉറപ്പിച്ച് നിർത്തുന്ന പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണ് ഈമാനികമായ കരുത്ത്, അങ്ങനെ ഓരോന്നും ഞാൻ എണ്ണി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒക്കെ തന്നു. അല്ലെങ്കിൽ അഫ്താബിനെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അഫ്താബ് എല്ലാം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ അഫ്താബിന്റെ ChatGPT എന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ അത്ര അത് പറയാൻ കഴിയില്ല എനിക്ക്. ഐ മീൻ ഒരൊറ്റ രാത്രി കൊണ്ട് കേട്ടോ, നമ്മളെ കഷ്ടപ്പെട്ട് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ലെങ്ത് ഉണ്ടല്ലോ, അതല്ല. ഇതിങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ തഫ്സീറുകളിലൊന്നും വരാത്ത രീതിയിലുള്ള അത് പറ്റുമെന്നുള്ള വേറെ കാര്യം. നമ്മൾ ഒബ്വിയസ്ലി എല്ലാം പോയി പറയാൻ പറ്റില്ല. പക്ഷെ ChatGPT അതിന്റെ ഒരു ഇത് തരികയാണ്, റിസൾട്ട് തരികയാണ്. നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ GPT ഉണ്ടാക്കുന്ന സാധനം വേറെ സുഭാഷ് ചന്ദ്രനെ എനിക്ക് തോന്നിയ വേറെ തന്നെ ഒരു സാധനമായിട്ട്. അതായത് ഈ ChatGPT ആണെങ്കിലും ഇങ്ങനത്തെ AI മോഡൽസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന റെസ്പോണ്ട്, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അതിനനുസരിച്ച് ഒരു സ്റ്റഡി ചെയ്യണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ എൻ്റെ ഒരു അസൈൻമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊടുത്ത കുറേ പ്രോംപ്റ്റ് ഉണ്ട്. എനിക്ക് ടേം പേപ്പർ എഴുതേണ്ടിട്ട് കൊടുത്ത കുറേ ഇതുണ്ട്, പ്രോംപ്റ്റുകളുണ്ട്. അപ്പം GPT ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്തത്. GPT മാറിയപ്പോൾ ക്ലൗഡ് ആയത് റീസൺ മറ്റേ ഇഷ്യൂ വന്നതാണ്. അപ്പോൾ GPTന് ഓൾമോസ്റ്റ് അറിയാം എൻ്റെ നീഷ് എന്താണ്, ഞാൻ എങ്ങനെയാണ് തിങ്ക് ചെയ്യുക, എനിക്ക് എന്തൊക്കെ പോയിന്റാണ് വേണ്ടത്. ഞാനൊരു വിഷയം എടുക്കുകയാണെങ്കിൽ, ഒരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ തിങ്കേഴ്സ് ഞാൻ യൂസ് ചെയ്യും, എനിക്കറിയുന്ന തിങ്കേഴ്സ് ഏതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പൊ രസം എന്താ വെച്ചാൽ ഫൈനൽ എത്തിയപ്പോൾ എനിക്ക് ടേം പേപ്പർ എഴുതുന്നുണ്ട്. അങ്ങനെ ആ ടേം പേപ്പറിനുള്ള വിഷയം മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിച്ചൊരു സാധനം എങ്ങനെ എഴുതാ വെച്ചാൽ ആ സാധനം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ആകെ വരുന്ന പ്രശ്നം ചില GPT വേർഡ്സ് കാണുമ്പോൾ നമുക്കൊരു കടി വരില്ല, അത് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്ത് കുറെ ഉണ്ട്. ഞാൻ പിന്നെ സാധാരണ അത് കിട്ടിയിട്ട് അതെന്ത് ചെയ്യണം, അതിന് എടുക്കുക എന്തെങ്കിലും ഒരു പണി നമുക്ക് ചെയ്യണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാല് അത് GPT ഉണ്ടാക്കി എന്തോന്നല്ല, നേരെ മറിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ GPTയുടെ, അതായത് എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുന്നുണ്ട്, അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് GPTനെ ഹെൽപ്പ് വയ്ക്കും. ഞാൻ ആ വായിച്ച ടെക്സ്റ്റ്, ഞാൻ തിങ്ക് ചെയ്തത്, ഞാൻ നോക്കുന്ന തിങ്കേഴ്സ്, റീഡേഴ്സ്, റൈറ്റേഴ്സ്, ഇതൊക്കെ GPTക്ക് നല്ലോണം അറിയാം. ആരാ മിന്നാജ് എന്നുള്ളത് എൻ്റെ ഒരു അക്കാഡമിക് ലെവലിൽ GPTക്ക് അറിയാം. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എൻ്റെ ലെവലിലെ സ്ട്രക്ചറിലുള്ള സാധനം GPTക്ക് തരും. അപ്പം അത് വേറെന്തോ ഒന്ന് ഉണ്ടായതല്ല, നേരെ മറിച്ച് ഇൻ്റെ തന്നെ എന്തോ ഒന്നാണ് എന്ത് ചെയ്തത് GPT ഉണ്ടാക്കി. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. ഞാൻ പഴയ നോട്ട്സ് എടുത്ത് നോക്കുക 1 2 3 ഇങ്ങനെ തന്നത് നല്ല രസമുണ്ട്. വേറെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ എൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, നിങ്ങൾ ടൂൾസ് ഏതൊക്കെ യൂസ് ചെയ്യുക ഡേ ടു ഡേ ലൈഫിൽ? ChatGPT അല്ലാതെ ടൂളുകൾ ഏതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് പ്രോംപ്റ്റിങ്ങിനൊക്കെയാണ് ChatGPT, ക്ലോഡ്, ജെമിനി, ഗ്രോക്ക്, ഡീപ്സീക്ക് എല്ലാം യൂസ് ചെയ്യുന്നത്. GPT ഓൾമോസ്റ്റ്. പക്ഷേ GPTക്ക് റീസെൻ്റ്ലി മറ്റേ ഒരു ഇറാൻ അഫിലിയേഷൻ ഇഷ്യൂ ഉണ്ടായല്ലോ. GPT എന്തോ ഡാറ്റ കൊടുത്തു, ആന്ത്രോപ്പിക്ക കൊടുത്തില്ല, അങ്ങനത്തെ ഒരു വാർത്ത വന്നപ്പോൾ GPT ബോയ്ക്കോട്ട് ചെയ്യുന്നൊരു മൊത്തത്തില് സാധനം എത്രത്തോളം അതിൽ റിലേ അറിയില്ല. ആ സംഭവം ഇങ്ങനെയായിരുന്നു. അതായത് ആന്ത്രോപ്പിക്കിനോട് അമേരിക്കൻ ഇത് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു. അപ്പൊ ആന്ത്രോപ്പിക് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഡാറ്റ തരില്ല. അപ്പോൾ എത്രയോ $1 ബില്യൺ ഒരു ഡീലായിരുന്നു. അപ്പൊ തന്നെ എന്ത് ചെയ്തു, അവിടെ OpenAI വന്നിട്ട് ആ ഡീല് ക്ലോസ് ചെയ്ത് ഒരിടത്ത്. അങ്ങനെയാണ് ഒരു AI ടെക് ഇൻഡസ്ട്രിയിൽ ക്ലോഡ് ഒരു ഭയങ്കര നല്ല പുത്രാനാവുന്നതും OpenAI ഒരു ബാഡ് പ്ലെയർ ആയി മാറുന്നു. ഇപ്പൊ സാം ആൽട്ട്മാനെ കുറിച്ചും OpenAIനെ കുറിച്ചൊക്കെ പുസ്തകങ്ങൾ വരെ ഉണ്ട്. ഈ എന്താണ്, ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നല്ലോ ഒരു പുസ്തകം ഉണ്ട്, സാം ആൽട്ട്മാനെ എങ്ങനെയാണ് അയാള് ഒരു കൾട്ട് രൂപത്തിലുള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്നത്. അല്ലല്ല, അതൊക്കെ റിസർച്ച് ഇന്റർവ്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ ബുക്കാണ്. നിങ്ങൾക്ക് ക്ലൗഡ് ഒന്നുകൂടി വർക്ക് ചെയ്യില്ല. നമ്മളെ കുറേ ടൂൾസ് അതിനായിട്ട് സിങ്ക് ചെയ്തിട്ടല്ലേ. ഇപ്പം GPT പോലെ എനിക്കൊന്നുകൂടി ക്ലൗഡ് നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ മെയിൽ, അതൊക്കെ അതിന് സിങ്ക് ചെയ്ത് കൊടുത്താൽ എൻ്റെ ഒരു യൂസിങ് രീതി കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ ഡ്രൈവിത്തെ ഫയല്, ഇതിന്റെ കലണ്ടർ, അങ്ങനെ എല്ലാം ക്ലൗഡിന് ഇപ്പം നിലവിൽ ആക്സസ് ആണ്. എന്നിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ജോബ് അന്വേഷണം, ജോബ് സീക്കിംഗ് ഇല്ലേ, ഇപ്പം ഇന്ത്യയുടെ ഒക്കെ അതിലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CV അപ്ലോഡ് ചെയ്ത് നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ CV ആയിട്ട് കൂടുതൽ മാച്ച് ആയിട്ടുള്ളത്, നമുക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്താൽ ഫുഡ് കിട്ടും, ഏതൊക്കെ കീവേഡ്സ് ഇതാക്കണം എന്ന് കറക്റ്റ് ക്ലൗഡ് ഇതാക്കി തരും. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഡിഫറൻസ് കുറെ. ഓരോ AI മോഡൽസിലും ഡിഫറൻസ് ടൂൾസ്. എനിക്ക് പിന്നെ ബേസിക്കലി വരെ എഡിറ്റിങ്ങിലാണ്. എഡിറ്റിങ്ങിൽ ഇപ്പോൾ ഓഡിയോ ഒക്കെ ആണെങ്കിൽ 11 ലാബ്സ് ഉണ്ട്,
അങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്യും. വീഡിയോ എഡിറ്റിങ്ങിനാകുമ്പോൾ മിഡ് ജേണി, ഫ്രീ PKI, ഗ്രോക്ക് അങ്ങനത്തെ ബാക്കിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യും. ഹിക്സ് ഫീൽഡാണ് ഇതിൻ്റെ ഒരു ഹൈറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഒരു ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു 8-10 ഉറുപ്പിക ഉണ്ടല്ലോ ഒരു മാസം സബ്സ്ക്രിപ്ഷൻ. അതൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാം, ഞാൻ ഒന്ന് ഡിസൈൻ ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമേജ് ക്രിയേഷൻ ആയിരിക്കും എനിക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട AI ജോബ്. അതിന് മോസ്റ്റ്ലി ഓരോ കോണ്ടക്സ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില ഇമേജുകൾ ജെമിനി ആയിരിക്കും നല്ല രീതിയിൽ ഉണ്ടാക്കി തരാം, ചിലത് എനിക്ക് GPT ആയിരിക്കും നല്ലത് തരാം. അപ്പോൾ ചില സമയത്ത് വളരെ വിയേർഡായിട്ടുള്ള റെസ്പോൺസ് ജെമിനി തരും. നല്ല രസമായിട്ട് ജെമിനി ഇങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് പിന്നെ ഞാൻ പറയുന്നൊന്നും അതിന് മനസ്സിലാവില്ല, ഫീൽ ചെയ്യും. പിന്നെ ഇവർ ഒരു തരത്തിലും ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇമേജൊക്കെ തന്നു തുടങ്ങും. അപ്പം എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് ആ കോൺവ നിർത്തിയിട്ട് അത് നേർക്ക് GPT-യിലേക്ക് മാറ്റിയിട്ട് ഇമേജ് ജനറേഷന് ഞാൻ സജസ്റ്റ് ചെയ്യാം ഫ്ലോ അല്ലായിരുന്നു, വിസ്ക് ആയിരുന്നു. വിസ്ക് ഫ്ലോനെക്കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. സബ്സ്ക്രിപ്ഷൻ റിലയബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാം അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഫ്രീ ജെമിനി ഒരു ഫ്രീ സാധനം. ഫ്ലോക്ക് ലിമിറ്റ് ഉണ്ട്, ഫ്ലോക്ക് ലിമിറ്റ് ഉണ്ട്. പിന്നെ ടൈമും കുറച്ച് കൂടുതലാണ്. പക്ഷെ GPT-ന് ജെമിനിന്റെ അത്ര ടൈമില്ല, ഭയങ്കര ഫാസ്റ്റ് ആണ്, നല്ല സുഖമാണ് അതിന്റെ എഡിറ്റിങ് ചെയ്യാനൊക്കെ. പിന്നുള്ളത് ഞാൻ വായിക്കണ്ടിട്ട് ഈ നമ്മൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിന് പ്രധാന ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് LLM ആണ്, ഗൂഗിളിൻ്റെ തന്നെ ഉള്ള. അതിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഇന്ന് പോലും AI എന്ന് പറയുമ്പോൾ AI ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അടുത്തുള്ള സകല റിസോഴ്സ് കൊണ്ടുപോയി എന്ത് ചെയ്യും, അതിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യും. അപ്പോൾ ഓരോ ഓവർവ്യൂ തരും. പിന്നെ ഓൾ തന്നെ കുറച്ച് പേഴ്സണലൈസ്ഡ് ക്വസ്റ്റ്യൻ തരും, ഈ ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ടത്. പിന്നെ എനിക്കെന്ത് എന്തും ചോദിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ആ കൊടുത്ത സോഴ്സ് ലിമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എനിക്ക് ആൻസർ ചെയ്യും. GPT-ൻ്റെ പ്രശ്നം വെച്ചാൽ എത്ര നിങ്ങൾ സോഴ്സ് ലിമിറ്റ് ചെയ്ത് ആൻസർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോലെ ഓലെന്ത് ചെയ്യും, GPT കുറേയൊക്കെ ഹിസ്റ്ററി നല്ല ഉപയോഗിക്കും. ഹിസ്റ്ററി പിന്നെ ഓൾഡ് ആയിട്ടുള്ള പബ്ലിക് ഡാറ്റ വെച്ചിട്ട് അപ്പോൾ പലപ്പോഴും നമുക്കൊരു തൃപ്തി ഉണ്ടാകും, കാരണം നമുക്ക് ഇതിലുള്ള കണ്ടന്റ് ആണല്ലോ വേണ്ടത്. അപ്പം അതിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ നോട്ട്ബുക്കിലും ഇതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കുറേ സ്വഭാവത്തിൽ വലിയ വലിയ വീഡിയോസ് വരെ ഒരു മൊത്തം അതിന്റെ ഡാറ്റ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് 1 hour 2 hour ഉള്ള പോഡ്കാസ്റ്റ് എനിക്ക് സഫാൻ അത് സജസ്റ്റ് ചെയ്തു. എന്താ പറയുക, ഞാൻ പറയാൻ അറബി നല്ല വർക്ക് ആവുന്നുണ്ടായില്ലേ. ആദ്യം GPT നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറബി അത്ര വർക്കിംഗ് അല്ലേ. പക്ഷേ നോട്ട്ബുക്കൊക്കെ അപ്പോൾ എന്ത് ലഹജയിലുള്ള അറബി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓല് പോയിന്റ്സ് ആക്കി നമുക്ക് ഇംഗ്ലീഷ് തരും. എത്ര ടഫ് ആണെങ്കിലും നമ്മളപ്പോ ഇനി ഇരുന്ന് കാണൂല. ഖുനൈബിന്റെ 1 മണിക്കൂറുള്ള വീഡിയോ നമ്മളിനി കാണേണ്ടിയില്ല. അതിൽ കോർ പോയിന്റ്സ് നമുക്ക് ചോദിച്ചിട്ട് ആർക്കും ഇരുന്ന് കാണാൻ സാധിക്കും. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം ഉണ്ടാവില്ലേ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എക്സ്പോണൻഷ്യലി അറിയാതെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ എന്നുള്ള രീതിയിൽ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ആ സമയത്തൊക്കെ എന്തായാലും ഉണ്ട്. തീസീസൊക്കെ ഒരു 3 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് 2022 ആ സമയത്താണല്ലോ ChatGPT ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, AI വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ മൊത്തത്തിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ചെയ്യുന്നതിൽ എന്ത് മാറ്റാണ് വന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്ത്? മാറ്റുന്നല്ല, എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുണ്ടല്ലോ, കോൺഫിഡൻസ് കുറവുള്ള സാധനം. അപ്പോൾ എന്ന് വെച്ചാൽ റൈറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പ്രത്യേകിച്ച് ടെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ ഞാൻ എന്തൊക്കെ വെച്ചാൽ ഇപ്പോൾ ChatGPT എടുക്കും, അല്ലെങ്കിൽ വെറുതെ റീഫ്രൈസ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ബേസിക് സാധനം പോലും ഞാൻ അങ്ങനെ ഇതാക്കില്ല. വേറൊന്നും ഞാൻ അങ്ങനെ ഇതാക്കില്ല. ഫുള്ള് നമ്മുടെ റൈറ്റിങ് സാധനമൊക്കെ ഉണ്ടാവല്ലോ, ഈ ലാംഗ്വേജ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യും. എനിക്കുള്ളൊരു സംശയം എപ്പോഴും ഈ AI വന്ന ശേഷം എന്തിനാ റീഡ് ചെയ്യുന്നത്. റീഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പലരും പറയാതെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൽ നിങ്ങൾക്ക് അറിവും അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. റീഡിങ് എന്ത് റീഡിങ്, ഫിക്ഷൻ അല്ല നോൺ ഫിക്ഷൻസ് എന്തിനാണ് റീഡ് ചെയ്യുന്നത്? അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സാധനം കിട്ടും, അതിൻ്റെ ആർഗ്യുമെന്റ് കിട്ടണം. ആർഗ്യുമെന്റ് കിട്ടിയിട്ട് നമുക്ക് വേറെ എന്താ വർക്ക് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ. ഇത് 2 പേജ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതിന് ഞാൻ വായിക്കുന്നത് അത് എത്ര കട്ടിയുള്ള സാധനം ഇട്ട് കൊടുത്താലും അത് വളരെ ലഘൂകരിച്ചിട്ട് അതിൽ ആർഗ്യുമെന്റ് എന്നുള്ളത് എനിക്കിത് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ഈ ആർഗ്യുമെന്റ് ബേസ് ആയിട്ടുള്ള സാധനം എഴുതാൻ പറഞ്ഞാൽ അതും ചെയ്ത് തരുന്നുണ്ട്. ഇതൊക്കെ വളരെ ഈസിലി അല്ലേ. അപ്പോൾ ഇതെന്തിനാ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു സംശയമാണ്. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാർ സംസാരിച്ചപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞൊരു സാധനം ഒന്നുകൂടിയും കൺവിൻസിങ് ആയിട്ട് വന്നൊരു ഐഡിയ, നമ്മുടെ ഒരു കൊഗ്നിറ്റീവ് പ്രാക്ടീസിങ് ഉണ്ട്. അതായത് ഇപ്പം ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ഒരു സംഭവം ഉണ്ട്. ഞാനത് വായിച്ചിട്ട്
ഞാൻ കണ്ടെത്തുന്നുണ്ടല്ലോ. അപ്പം അതിലേക്ക് എങ്ങനെ ഓർഡർ വർക്കിംഗ് അതെങ്ങനെ പറയുന്നത്. അപ്പം നമുക്കൊരു കൊഗ്നിറ്റീവ് പ്രാക്ടീസിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം വരക്കുകയാണെങ്കിലും ഇമേജ്, ഇപ്പം എല്ലാവരും പറയും നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഒക്കെ കൂടി ഈ സ്പേസ് അതിലൊക്കെ നമ്മളൊരു കൊഗ്നിറ്റീവ് പ്രാക്ടീസിങ് നടക്കുന്നുണ്ട്. കഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കഷ്ടപ്പാടിൽ ഉണ്ടാവുന്ന ഒരു തലച്ചോറിന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൊഗ്നിറ്റീവ് പ്രാക്ടീസ് നമ്മുടെ ഉള്ളിലുണ്ട് തന്നെ ഈ ആർഗ്യുമെന്റിനുള്ളതല്ല. നേരെ മറിച്ചിട്ട് ഏത് ആർഗ്യുമെന്റ് വരികയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രാക്ടീസിങ് ഉള്ളതുകൊണ്ട് ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇതും കൂടി പഠിക്കേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോയിന്റ് അതാണ്. അതായത് ഇത് നമ്മളിപ്പോ വളരെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ വളരെ ചെറിയ ടാസ്കിൽ പോലും നമ്മൾ എഐനെ യൂസ് ചെയ്യുന്ന തുടങ്ങി. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ പോഡ്കാസ്റ്റിന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ മുതൽ എല്ലാത്തിനും നമ്മൾ എഐനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാളെ ഇതില്ലെങ്കിൽ നമുക്ക് മുമ്പ് ചെയ്തിരുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്താ വെച്ചാല് ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് സാധനം പറയാം. നമ്മൾ ആദ്യം ഒരു വർക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, ആദ്യം നമുക്ക് ആ നമ്മൾ ഡെഡ് ലൈൻ മുമ്പിൽ വെച്ചിട്ട് ആ ദിവസം മൊത്തം അതിന്റെ മുമ്പുള്ള ദിവസങ്ങൾ മൊത്തം ഷെഡ്യൂൾ ചെയ്തിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ പോവുക. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ആ ഡേ എന്നാണോ അതുവരെ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അവിടെ ഉണ്ടല്ലോ, ആ ലാസ്റ്റ് ദിവസമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മുമ്പ് ചെയ്ത അതേപോലെ നമുക്ക് ബേസിക് ആയിട്ടെങ്കിലും നമുക്ക് അവതരിപ്പിക്കാനും എന്ത് രീതിയിൽ അവിടെ പിടിച്ചു 4 കാലം നമ്മൾ വീക്കുള്ളൂ, ആരുടെ മുമ്പിൽ നമ്മൾ വീക്കുള്ളൂ. ആ സിസ്റ്റം അവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, എനിക്കൊരു വർക്ക് കിട്ടി, ഒരു മൊത്തം ഫേമിന്റെ മൊത്തം ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊരു 1.5 മാസം ടൈം എന്ന് വിചാരിച്ചു. അപ്പൊ ആ 1.5 മാസം ടൈമിൽ നമ്മൾ 1 മാസം നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളോട് ബിസി ആയാലും ആ 15 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ 1 മാസത്തെ ടൈം കവർ ചെയ്തെടുക്കാം. അതിന്റെ സ്ട്രക്ചറിങ്ങും ഡാറ്റ മൊത്തം നമ്മളൊരു കുറച്ച് ഓവർ ടൈം രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ മുമ്പ് ആലോചിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ AI കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒബ്വിയസ്ലി വർക്ക് എടുക്കണം, പക്ഷെ ആ പേടി വേണ്ട. മുമ്പത്തെ പോലെ ഇത്ര ടൈം ഉണ്ടെങ്കിലേ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള പേടി വേണ്ട. ഒബ്വിയസ്ലി ഇത് ഡിവൈസ് ആണല്ലോ, കൺസ്ട്രക്ഷൻ ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ രാത്രി കൊണ്ടാണെങ്കിൽ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ ആൾക്കാർ മുമ്പിൽ പിടിച്ചെടുക്കാൻ പറ്റും. വൃത്തിയിൽ നമുക്ക് ചെയ്തിട്ട് അതിനുള്ള ടൂൾസ് കണ്ടുപിടിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും സാധനം. ഇനി ഒന്നും കൂടി പ്രൊഫഷണൽ ആക്കി തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റും. മുമ്പത്തേക്കാളും സിമ്പിൾ ആയിട്ട് ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ടെൻഷൻ പോയി. ജീവിതത്തിൽ ഇപ്പോൾ എന്ത് വർക്കാണെങ്കിലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ എന്ന് പറ്റുന്ന രീതിയിലായി പോയി. അതൊരു പ്രശ്നമാണ്. വേറെ രീതിയിൽ പിന്നെ മൊത്തത്തിൽ ടെക്നോളജിയും പ്രോഗ്രസ്സും എപ്പോഴും പറയുന്ന ഒരു ആർഗ്യുമെന്റ് തന്നെ സ്പീഡ്, ആക്സസ് ആവുക, അതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. ഒരു ഡെലിവറി ആപ്പ് എപ്പോഴാണ് നന്നാവുക, ആ ഡെലിവറി ആപ്പിന് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നു. അപ്പൊ 10 minutes ഡെലിവറി, 8 minutes ഡെലിവറി, ഓക്കെ ഫാസ്റ്റായി. ഞാൻ ചോദിക്കുന്നത് നമ്മളെ കോഗ്നിറ്റീവ് ആയിട്ട് നമുക്ക് അതായത് എഴുതാൻ പറ്റുന്നുണ്ടോ, ഒരു കഥ എഴുതാൻ പറ്റുന്നുണ്ടോ, ഒരു കവിത എഴുതാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ചിന്ത പോകുന്നുണ്ടോ? അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സാധനം. എനിക്കിപ്പോൾ പഴയ പോലെ എഴുതാൻ ഞാൻ കുറേ കാലമായിട്ട് എഴുതിയില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ഞാനും മിനാജും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യും ഇതിനെ കുറിച്ചും, വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിനെ കുറിച്ച്. പണ്ടൊക്കെ നമ്മൾ ഭയങ്കര മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ എഴുതിയിടും കവിത, എന്നിട്ട് കുറേ ലൈക്ക് കിട്ടും, ഭയങ്കര സംഭവം. പക്ഷെ അതുപോലും ഇല്ലാതെ എഴുതാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഉപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. അതായത് ഹസൻ മിൻഹാജ് എന്ന യൂട്യൂബർ ഒരു പപ്പറ്റിനായിട്ടുള്ള പോഡ്കാസ്റ്റ്. ഞാൻ അത് കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. നമ്മൾ പോഡ്കാസ്റ്റേഴ്സ് ആണല്ലോ, ഇത് പോഡ്കാസ്റ്റ് ഒരു പപ്പറ്റിനെ വെച്ച് ചെയ്യാം. അപ്പോൾ ലഡൈറ്റ് മൂവ്മെന്റ്സ് പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇത് വർക്കേഴ്സിനെ ലേബേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വയലൻസ് എന്ന് പറഞ്ഞൊരു വയലൻസ് നമ്മൾ ആ ഒരു സെൻസിൽ പറയാം. അത് മെഷീൻസ് തല്ലി പൊളിക്കുക, അങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ആണ് ലഡൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് നിയോ ലഡൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇവർ AI-ക്കെതിരെയാണ്, ഇത് ഡാറ്റാ സെൻറ്റേഴ്സിനെതിരെയാണ്, AI ടെക്നോളജിക്കെതിരെയാണ്, സ്മാർട്ട് ഫോൺസ്, അങ്ങനത്തെ എല്ലാ ടെക്നോളജിക്കെതിരെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ സുഖം ഉണ്ടല്ലോ, നമുക്കൊരു സേഫ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, ഇത് നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്ന നഷ്ടത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒരു കടലമണി മാത്രമാണ് എന്നാണ് ഇവരുടെ വാദം. നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്ന ഫ്ലെക്സിബിലിറ്റി. മൊത്തത്തിൽ ഈ ടെക്നോളജി പ്രോഗ്രസ് എന്ന് പറയുമ്പോഴും ഇത് നെഗറ്റീവായിട്ട് ഇപ്പം റീസെന്റ് ഇന്ത്യയിൽ ഏതൊരു AI ഡാറ്റാ സെന്ററിന്റെ ഒരു ഗ്രാമത്തിലെ മൊത്തം ആൾക്കാർ വിശാഖപട്ടണത്തിൽ. അപ്പം ഇത് ഈ ടെക്നോളജി പ്രോഗ്രസ് സ്പീഡ് എന്നെല്ലാം പറയുമ്പോൾ ഇപ്പോഴത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് അതേപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ് സ്കെയിൽ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ നെഗറ്റീവ് സ്കെയിൽ അത് അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ നെഗറ്റീവ്, അതായത് എക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻ ഒക്കെ പറയാം. ഞാൻ പറയുന്നത് ഇതിൻ്റെ അതിൽ പറയുന്ന ഒരു സ്റ്റഡി ഉണ്ട്, MIT നടത്തിയ കോഗ്നിറ്റീവ് ഡെപ്ത്. അത് ആ സ്റ്റഡി വെച്ച് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ എല്ലാ ടാസ്കും ഓഫ്ലോഡ് ചെയ്യും നമ്മൾ പെട്ടെന്ന്. ഒരു സുഖമാണല്ലോ, ഇതൊന്ന് അനലൈസ് ചെയ്തതാ, ഇതൊന്ന് ചെയ്തതാ. നമുക്കൊരു വലിയ കുറിപ്പാണെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും അയച്ചതാണെങ്കിൽ നമ്മൾ നേരെ ഇടും, എന്നിട്ട് ഇത് എന്താണ് പോയിന്റ്സ് ആക്കി തരാൻ പറയും, വേഗം ചെയ്യും.
ഈ നമ്മൾ എല്ലാം ഓഫ്ലോഡ് ചെയ്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇനി നമ്മൾ നാളെ അത് പ്രശ്നമാണ്, ഇതിൻ്റെ കോഗ്നിറ്റീവ് എബിലിറ്റി അത് ഭയങ്കരമായിട്ട് ഡീസ്കിൽ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എഴുതാനുള്ള കപ്പാസിറ്റി അത് തകർക്കുന്നുണ്ട്, ഞാൻ നാളെ മുതൽ ChatGPT യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പറയുന്നത് നമ്മളെ കോഗ്നിറ്റീവ് എബിലിറ്റി നമ്മൾ മുമ്പ് എഴുതിയിരുന്ന പോലെ നമ്മുടെ ക്രിയാത്മകത വളരൂലാണ്. ഇത് ഒരു MIT പഠനമാണ്. പക്ഷെ എനിക്ക് തോന്നില്ല കേട്ടോ, ഇപ്പൊ നാളെ എല്ലാ ടെക്കെല്ലാം പോയാല് മനുഷ്യന്മാരപ്പാട് അട്ടത്ത് നോക്കേണ്ടിയിരുന്നുള്ള സാധനം അല്ല, അതൊരു ചോദ്യമില്ല. ഇപ്പൊ രാവിലെ നീച്ചിട്ട് വാട്ട് ഷുഡ് ഐ ഡു ടുഡേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇടങ്ങാറുണ്ടാവും. ഒറ്റയടിക്ക് ഞാന് ഒരു നിയർ ഫ്യൂച്ചറിൽ ഞാനിപ്പോ അതിനെ കുറിച്ച് ഇത്ര വായിച്ച് പഠിക്കുക എനിക്ക് മനസ്സിലായ ഒരു സാധനം നമ്മൾ ലാസ്റ്റിലേക്ക് ആക്കിയിട്ട് പറയാം. എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ബിസാർ ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ എത്തുന്നത് എനിക്ക് ഇങ്ങനെ തോന്നി. നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കുറെ യൂസ് ചെയ്യുന്ന, ഒന്നും കൂടി ഡിസൈൻ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും വേറെ എന്തെങ്കിലും റിസർച്ച് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യാത്ത ഒരുപാട് ഏരിയകൾ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്, മറ്റുള്ള നാടുകളെ പോലെ അല്ലല്ലോ. അതാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ചോദ്യം. അതായത് വന്നിട്ട് മനുഷ്യനെ മാറ്റും, വന്ന് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യാം. അപ്പം എന്താണ് ഈ ഹ്യൂമൻസ് എന്നുള്ളത്? അതിപ്പോൾ ഓക്കെ കുറച്ച് ടെക്സ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്റലക്ച്വലി ഡ്യൂട്ടീസ് ചെയ്യുന്നൊരു മെഷീൻ വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തുള്ളൊരു മനുഷ്യനുള്ള വേർഡ് അറിയില്ല, അങ്ങ് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ് ഹ്യൂമൻ ഇന്റലിജൻസ് അല്ലേ? വെറും ഇന്റലിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് മനുഷ്യൻ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കുറേ സംശയങ്ങൾ. അതാ ഇങ്ങനെ പറഞ്ഞത്, അത്ര അങ്ങോട്ട് പോയാലും ഏതെങ്കിലും സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്ക് ഇതിലേക്ക് പറഞ്ഞപ്പം തോന്നിയ സാധനം, തിങ്കിങ് മുസ്ലിം പോഡ്കാസ്റ്റിൽ ഇപ്പോഴത്തെ വലീദ് ഖദൂസിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. മൂപ്പര് ഒന്നുകൂടി എങ്ങനെ എത്തിക്കലി യൂസ് ചെയ്യാമെന്നതിനെ പറ്റി കൂടുതൽ ആലോചിക്കുന്നൊരു മനുഷ്യനാണ്. അൻസാരി എന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നുകൂടി ഈജിപ്ത് വെച്ചിട്ടല്ലേ മൂപ്പര് അതിൻ്റെ ഒരു റണ്ണിങ്. അതുപോലെ തന്നെ മൂപ്പര് ഒരു YASAI എന്നിട്ട് ഇസ്ലാമിക് അലയൻസ് ഫോർ സേഫ് ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിൾ എന്നുള്ള സംഘടനയൊക്കെ റൺ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം മൂപ്പരെ കുറച്ച് കൺസേണും ഉണ്ട്. മൂപ്പര അതിൽ കുറേ പോസിറ്റീവ് പറയുന്നുണ്ട്. മൂപ്പര് ക്യാൻവ, അഡോബ്, ഊബർ പോലുള്ള വലിയ വലിയ സോഫ്റ്റ്വെയറിൽ AI എങ്ങനെയൊക്കെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. മൂപ്പര അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എങ്ങനെ എത്തിക്കൽ ആൻഡ് ഇസ്ലാമിക് ആയിട്ട് നടത്താന്നുള്ള സ്വഭാവത്തിൽ പഠനം നടത്തുന്ന ഒരു മനുഷ്യൻ ഖാലിദ് ബദൂസ്. മൂപ്പര് പോഡ്കാസ്റ്റ് പറയുന്നത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം അതൊരു ടെക്നോ സോവർണിറ്റിനെ ക്രിയേറ്റ് ചെയ്യണം പുതിയ രീതിയിൽ. പണ്ട് സോവർണിറ്റി എന്ന് വെച്ചാൽ മെറ്റീരിയലായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ പറയും. അതായത് ഒരു പരമാധികാരം ആൾക്കാർ, കുറേ പൈസ ഉള്ള ആൾക്കാർ, വലിയ വലിയ കമ്പനികൾ, ബിഗ് കമ്പനീസ്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഒരു ടെക്നോ സോവർണിറ്റി, അത് കുറേ ഡാറ്റാസ്. ഏത് ടീമിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഡാറ്റ? ഇപ്പം ഗൂഗിൾ ജെമിനി, ഇപ്പോൾ ഇപ്പോഴത്തെ GPT ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ ജെമിനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഗൂഗിൾ ആയിരിക്കും ലീഡ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ GPT-നേക്കാൾ കൂടുതൽ ഡാറ്റ അടുത്തുള്ളത് ഗൂഗിളിൻ്റെ കയ്യിലുള്ളത്. അപ്പം എന്നോട് ഇതായിട്ട് ബന്ധപ്പെട്ടില്ല, വളരെ ഫണ്ണി ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ റിലീസ് ചെയ്തല്ലോ, ഒരു ഫിറ്റ്നസ് ട്രാക്കറിൽ ലീഡ് ചെയ്തൊരു കമ്പനിയാണ് വൂപ്പ് എന്നുള്ളത് സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്ത് വളരെ പൈസ ഉള്ളൊരു സാധനമാണ് വൂപ്പ് എന്നുള്ളത്. പക്ഷേ ഗൂഗിൾ വളരെ ചെറിയ പൈസക്ക് ഫിറ്റ്ബിറ്റ് എയർ ഇറക്കി. എന്തിനാണ് ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ ഇത്ര ചെറിയ പൈസക്ക് ഇറക്കിയത്? എല്ലാ റിവ്യൂസും പറയുന്നത് സ്വാഭാവികമായിട്ട് ഗൂഗിളിൽ എന്താ വേണ്ടത്? ഡാറ്റ വേണ്ടത്. അപ്പം ഇത് നമ്മളെ ഫുൾ ഹെൽത്ത്, എപ്പോൾ ഉറങ്ങുന്നു, എത്ര ഓടുന്നു, എത്ര നടന്നു, എല്ലാം കൊടുക്കുകയാണല്ലോ ഗൂഗിളിനെ വെച്ച്. അപ്പം പറഞ്ഞിരുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഡാറ്റ ഉള്ള വലിയ വലിയൊരു ടെക്നോ സോവർണിറ്റികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒന്നാമത്തെ കൺസേൺ അതാണ്. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ 4 ആൾക്കാരും പക്കാ AI റിലയബിൾ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ 4 ആൾക്കാരും ഡാറ്റ എന്തുണ്ട് ഈ കമ്പനിക്കാണ് ഉള്ളത്. അപ്പോൾ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തീരുമാനിക്കാൻ പറ്റും നമ്മൾ ആരാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഓഫീസിനെ പറ്റി എന്തെങ്കിലും അറിയണം, ഒരാളെന്നിട്ട് ഈ കമ്പനിക്ക് പൈസ കൊടുക്കുമ്പോൾ കമ്പനിക്ക് ഓഫീസിനെ തീരുമാനിക്കാൻ പറ്റും. അതാണ് മൂപ്പര് ഒന്നാമത്തെ ഒരു കൺസേൺ. ആ കമ്പനിക്ക് നമ്മളെ ബിഹേവിയറിനെ അറിയാൻ പറ്റും. മറ്റേ ഒരു ഡോക്യുമെന്റ് അറിയുന്നത് സോഷ്യൽ ഡിലേമി, അതിലിങ്ങനെ എടുത്തിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സീനിൽ അതേക്കെ മതി. രണ്ടാമത്തൊന്ന് മൂപ്പത് ഒരു സോഷ്യൽ ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പം AI സ്വാഭാവികമായിട്ടും കുറേ ട്രഡീഷണൽ ജോബ്സ് ഇല്ലാണ്ടാക്കും. കുറെ ആൾക്കാർ പലർക്കും ഒരു AI വന്നപ്പോൾ ഒരു ഭയങ്കര വലിയ ഫിയർ ആണ് AI ലേ ഓഫ്സ്. AI വന്നാൽ നമ്മളെ ജോലി നഷ്ടപ്പെടും, നമ്മളൊക്കെ ഇനി വീട്ടാട്ടത്ത് കുത്തിരിക്കേണ്ടി വരും. ഇതെന്താണ് നിങ്ങൾക്ക് ഫീൽ? എല്ലാ ജോലിയും പോവില്ല, ബട്ട് ചില ജോലി കൊച്ചിയിൽ തന്നെ 300 ആൾക്കാരല്ലേ മറ്റേ കൊറോ ഹെൽത്ത് പിരിച്ചിട്ടാന്ന് വെച്ചാല് കോഡിങ് മെഡിക്കൽ കോഡിങ് കമ്പനിയാണ് അത്. 300 ആൾക്കാരെ ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കി. ഈ ഡാറ്റ എൻട്രീസ് ഒക്കെ ജോബ് ഓർമ്മയില്ല. ഇപ്പൊ അങ്ങനത്തെ എല്ലായിടത്തും വരുന്നില്ല. കാരണം
ഈസിലി എഐക്ക് ചെയ്യാൻ എന്താ പറ്റുന്ന വെച്ചാൽ എല്ലാം വെച്ചാല് AI ഉള്ളവന് അതിജയിക്കും. ചിലപ്പോ എന്ത് ജോബ് ഉണ്ട് സ്കിൽ ഉണ്ടെങ്കിലും കൂടെ AI ഉണ്ടെങ്കിൽ മാത്രമേ AI ഉള്ളവന് AI അറിയാത്തവന. അതാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നത് ഖാലിദ്. അതായത് സോഷ്യൽ ഇൻസ്റ്റബിലിറ്റി, ഈ എയിലേക്ക് എത്തിപ്പെടാന്നുള്ളത്, എനെ പറ്റി അറിയാന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല. കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും, പറ്റില്ല ഉണ്ടാവും. ഒരാളുടെ ഒരു ജോലി പോകാന്ന് അറിയുമ്പോൾ അയാൾക്ക് എന്തൊരു ജോലി പോകാൻ മാത്രമല്ല, നേരെ മറിച്ച് അയാളുടെ ഒരു ഫാമിലി ഉണ്ട്, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു സോഷ്യൽ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ഇൻസ്റ്റബിളാണ്. പിന്നെ ഇതൊക്കെ റൺ ചെയ്യേണ്ടിയിട്ടും കൂടി വലിയ വലിയ കമ്പനികൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വില്ലേജിന് എന്ത് ചെയ്യാണ് എല്ലാം. പിന്നെ GPT-ക്കെതിരെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ വാട്ടർ റിസോഴ്സസ്. എന്ത് ചെയ്യാണ്, എത്ര ഹീറ്റ് ചെയ്തിട്ട് വെള്ളത്തിന്റെ പ്രശ്നം. ഞാൻ ഈ ലേ ഓഫ്സിൽ നമുക്ക് അത് എക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻ നമുക്ക് പറയാം. ഞാൻ പറയുന്നത് അതിനൊക്കെ മറുവശം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യം. ഇപ്പോൾ സിമ്പിൾ കാര്യം പറയാം. ഇപ്പോൾ ഡിസൈനേഴ്സിന് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്ന ഒരു സാധനമാണ്, കുറേ ഡിസൈനേഴ്സിന്റെ ജോലി പോകുമല്ലോ, കുറേ ബ്രാൻഡിങ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നില്ല, ഡെയിലി പോസ്റ്റർ സംഭവം പറഞ്ഞതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് തീർച്ചയായിട്ടും ഒരു അടിപൊളി ഡിസൈനർ വെച്ച് റീബ്രാൻഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുക ഈ ഒരു ചെയ്ത് വെച്ച് ഈ ഒരു സിസ്റ്റം വെച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ ഡിസൈൻ, ഞാൻ നിങ്ങൾ ഡിസൈനേഴ്സും കൂടിയാണോ എന്ന് ചോദിക്കാം. അതായത് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരാളൊരു പോളിറ്റ് AI വന്നതിന് ശേഷം നിങ്ങളെ വർക്ക് കുറഞ്ഞോ, കുറെ ഫ്രീലാൻസേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതോ വർക്ക് കുറഞ്ഞിട്ടില്ല, വർക്ക് തീരെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ വർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞവരാണ് അതിൽ എനിക്ക് ഞാൻ കണ്ടപ്പോൾ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഭയങ്കര പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫിയർ ആയിരുന്നു. AI വന്നാൽ നമ്മളെ ജോലി പോകും. പക്ഷെ ഇപ്പോൾ കുറെ പഠനങ്ങൾ വരുന്നുണ്ട്. അത് വലിയ വലിയ കമ്പനീസ്, മൈക്രോസോഫ്റ്റ് അടക്കപ്പോൾ ഓരോ കൊല്ലം 3000 ആൾക്കാരാണ്. പക്ഷെ ഓരോ കമ്പനീൻ്റെ വളരെ ചെറിയ ശതമാനത്തെ പിരിച്ചുവിടുന്നുള്ളൂ. പക്ഷെ പല കമ്പനികളും എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ലേബറിന് പകരം അതിനേക്കാൾ നല്ലത് AI യൂസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹ്യൂമൻ ലേബറിനെ ഒഴിവാക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാഡിസൺ അങ്ങനെ ഒരുപാട് റോയിറ്റേഴ്സിലൊക്കെ ഒരുപാട് ലേഖനങ്ങൾ വരുന്നുണ്ട്. അത് ഹ്യൂമൻ ലേബറിനേക്കാൾ ഈ AI റേസ് മൂലം ഹ്യൂമൻ ലേബറിനേക്കാൾ ഈ ടോക്കൺസിന്റെ, അതായത് AI ചെലവ് അതിനേക്കാൾ മില്യൺ കണക്കിന് രൂപയാണ്. ഇപ്പോൾ ഒരു കൊല്ലം ഒരു കമ്പനി AI-ന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ബഡ്ജറ്റ് ആഴ്ചകൾ കൊണ്ടാണ് ബേൺ ഔട്ട് ആയി പോകുന്നത്. അതായത് ടോക്കൺ ബേണിങ് അല്ലെങ്കിൽ ടോക്കൺ മാച്ചിങ് എന്ന് പറയുന്നത് അത്രയും പ്രബലമല്ല. അതായത് പല കമ്പനീസും പറയണേ, ഊബർ അടക്കം പറഞ്ഞു എന്ത്, ഞങ്ങൾക്ക് AI യൂസ് ചെയ്യുന്നതിനായിട്ട് നല്ല ഹ്യൂമൻ ലേബറാണ് ചില വർക്കിന്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊരു ഈ AI വർക്ക് ചെയ്യുക എന്നത് മാത്രമാണോ ഹ്യൂമൻ ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതോ അതിൻ്റെ അപ്പുറം ഒരാളുകൾ കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറം എന്തോ ഉണ്ടായി വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പം ഈ AI ലേഓഫ്സ് സംഗതി ശരിയാണ്. ഇപ്പോൾ ഡാറ്റ എൻട്രി, കോഡിങ്, ഇങ്ങനത്തെ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ലെവലിൽ സാധനം ഇതൊക്കെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും, പല ജോലികൾ പോകും. പക്ഷെ ഇതൊരു മൊത്തം ഏറ്റെടുക്കും, നമ്മൾ വെറുതെ എല്ലാവരും പോലെ ഇരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു വാദം എനിക്ക് അത്ര ഇതായി തോന്നിയില്ല. അപ്പോൾ നേരെ തിരിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാം ഇപ്പോൾ കാണുമ്പോൾ നമ്മളെ സാധാരണ നാട്ടുകാരോട് പറഞ്ഞാലും ഇതാണ് നമുക്ക് കേൾക്കുക. പക്ഷെ ഇപ്പോൾ വളരെ റീസെൻ്റിലായിട്ട് വന്ന സാധനമാണ് ഈ AI ലേ ഓഫ്സ് എന്ന് പറയുന്നത്. കമ്പനീസിന് പോലും തിരിച്ചടികൾ, അതായത് ഈ ROAI എന്ന് പറയും, റിട്ടേൺ ഓൺ AI ഇൻവെസ്റ്റ്മെന്റ്സ്, അത് എങ്ങനെയാണെന്നുള്ള ആർക്കും അറിയില്ല. ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇന്ന റിസൾട്ടാണ് ഒരു കമ്പനിക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ടാഞ്ചിബിൾ ആണ്, ആ റിസൾട്ട് മനസ്സിലാവും. പക്ഷെ അയാൾക്ക് ഒരു AI നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മളൊരു ചാറ്റ് ബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ചാറ്റ് ബോട്ട് എന്ത് ഇൻവെസ്റ്റ്മെന്റ്, ആ ചാറ്റ് ബോട്ട് ഒരുപാട് ടോക്കൺസ് ബേൺ ചെയ്തിട്ടാണ് ഒരു കമ്പനിക്ക് സ്റ്റേ ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് ആ AI എന്താണ് ആ കമ്പനിക്ക് റിട്ടേൺസ് ആയി കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വിസിബിൾ അല്ല. ഇതൊരു കമ്പനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇപ്പോഴും ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഈ AI എല്ലാവർക്കും ആക്സസിബിൾ ആണോ എന്നുള്ളതാണ്. വെച്ചാൽ ആക്സസിബിൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇപ്പം ഭൂരിഭാഗം AI വർക്കൊക്കെ ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്, ഒക്കെ ഇന്റർനാഷണൽ ലാംഗ്വേജ്. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ അതാണ് ലോക്കൽ ലാംഗ്വേജിൽ ഭയങ്കര ലിമിറ്റഡ് ആണ്. ഇത് ഇപ്പം മലയാളമാണെങ്കിൽ, തമിഴാണെങ്കിൽ, ഹിന്ദി ആണെങ്കിൽ, ബാക്കിയുള്ള ബംഗാളി ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഇതാണ് ഒരു ടെസ്റ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതാക്കുമ്പോൾ ഒരു 98% IQ-ലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യൻ ലാംഗ്വേജിൽ, ലോക്കൽ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ 45 പോയിന്റിലേക്ക് എത്തുന്നതാണ്. ഇപ്പോഴും അതിങ്ങനെ AI ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ആസർ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഓൻ്റെ ട്രെയിനിങ് എന്താ വെച്ചാൽ ഓൻ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് സംസാരിച്ചു കൊടുക്കണം AIക്ക്. അതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ചെയ്യണം, എങ്ങനെയാണ് ഇന്ത്യൻസ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് AI ട്രെയിനിങ് കുറേ സംഗതി ശരിയാണ്. അതായത് എന്താണ്, ഇംഗ്ലീഷിലാണ് അതിൻ്റെ ആക്യുറസി മൊത്തം ഉള്ളത്.
ആലോചിച്ച് നോക്ക്, എന്തിനാണ് ഇത്ര ബില്യൺ കണക്കിന് രൂപ ഈ കണ്ട ടെക് ജയൻസ് ഒക്കെ, അതായത് ആമസോണ്, എന്താണ് ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഓപ്പൺ എ ഐ, ആന്ത്രോപ്പിക്, ഇവരൊക്കെ എത്ര ബില്യൺസ് ഇപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു? എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ വിശാഖപട്ടണത്തിൽ തെലുവാട വില്ലേജിൽ ഇത്ര ബില്യൺ തന്നെ ഹൈപ്പർ സ്കിൽ ഡാറ്റാ സെൻറ്റർ എന്തിനാണ് വരുന്നത്? ഇതൊരു ചോദ്യമാണല്ലോ. അതായത് എ ഐക്ക് വേണ്ടത് എന്താണ്? ഡാറ്റയാണ്. ആ ഡാറ്റ എലോൺ മസ്ക് ഇപ്പോഴത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് എക്ക് കൊടുക്കാൻ പറ്റുന്ന ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും ഇപ്പോൾ തിന്നു കഴിഞ്ഞു. ഇനി പുതിയ ഡാറ്റ വേണം. പുതിയ ഡാറ്റ എങ്ങനെ കിട്ടുക? അതിന് പറ്റിയ ഭയങ്കര ഏറ്റവും നല്ല പ്രതലാണ് ഒരു സെൻസിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സമ്മിറ്റ് ഒക്കെ നടന്നത്, നമ്മൾ ഡൽഹിയിലുള്ള സമയത്താണ് സമ്മിറ്റ് ഒക്കെ നടന്നത്. അപ്പോൾ ഭയങ്കര മാറ്റം. അതിനുശേഷം ബില്യൺ അദാനിയും ഇവരൊക്കെ വെച്ചിട്ട്, അംബാനിയൊക്കെ വെച്ചിട്ട് ഇവർ കുറേ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, കുറേ ഡാറ്റാ സെന്റേഴ്സ് ഇവിടെ റീബിൽഡ് ചെയ്യാന്ന് പറയുന്നു. അതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻ വേറെ ഉണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന വാട്ടറിന്റെ പ്രശ്നം ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് മാറ്റം വരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് വരുമോ? കുറേ ഡാറ്റാ സെന്റേഴ്സ്, ചിപ്പും ഇവിടെ വരുന്നു, ഇന്ത്യയിൽ വരുന്നു, കുറേ ഡാറ്റാ സെന്റേഴ്സ് ഉണ്ടാവുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു കുതിച്ചുചാട്ടം ആസ് ഇന്ത്യ ഒരു നാഷണൽ സ്റ്റേറ്റ് എന്നൊക്കെ എന്തെങ്കിലും കുതിച്ചുചാട്ടം ചാടാൻ കഴിയുമോ? ഒക്കെ ഒരു ഭയങ്കര വലിയ ചോദ്യമാണ്. കാരണം എന്നുള്ളത് നമുക്കൊരു ഒരു തിങ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അത് ഒരുപാട് ഒരു സ്ലാക്ക് പോലെയാണ്. അതിന്റെ മുകളിൽ എന്താണ് ഈ ഫ്രോണ്ടിയർ മോഡൽസ് ഉണ്ടാവും, ജെമിനി, ചാറ്റ് GPT എല്ലാം ഉണ്ടാവും. അതിൻ്റെ അടിയിൽ അത് വർക്ക് ചെയ്യുന്ന ചിപ്സ് ഉണ്ടാവും. അപ്പോൾ ഫ്രോണ്ടിയർ മോഡൽസ് ഇപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ഉണ്ടോ? ഏതോ സുമനോ അങ്ങനെ എന്തൊക്കെ ഒരു പേരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു വർഷത്തെ അവരുടെ ബജറ്റ് എന്ന് പറയുന്നത് ഈ ഫ്രോണ്ടിയർ മോഡൽസ് ഒരു ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ബജറ്റാണ്. അത്രയാണ് ആകെ ബജറ്റ് വരുന്നത്. ഇവർ ബില്യൺസ് ആണ് അതിൽ കത്തിക്കുന്നത്. ചിപ്സ്, നമുക്ക് ചിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ചിപ്പിന്റെ ഫുൾ ഇത് ആരാ ചെയ്യുന്നത്? NVIDIA, സാംസങ്, ഇവരൊക്കെയാണ് ചിപ്പ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള ഡാറ്റാ സെന്റേഴ്സ്, നമുക്ക് ഇത്ര ഡാറ്റാ സെന്റേഴ്സ് ഉണ്ടോ? ആകെ ഇപ്പൊ ഇന്ത്യ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലാണ് പറയുന്നത്, നിർമ്മല സീതാരാമൻ പറയുന്നത് 2047 വരെ ഇവിടെ ടാക്സ് ഹോളിഡേ ആണ്. അതായത് ഏത് ടെക് ജയൻസ് ഇവിടെ വന്നാലും അവർക്ക് ഇവിടെ ഡാറ്റാ സെന്റർ ഉണ്ടാക്കാം. ഒരു ടാക്സും ഇല്ലാതെ അവർക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. ഇതിനാണ് ഇന്ത്യ ഇങ്ങനെ ക്ഷണിക്കുന്നത്. ടെക് ജയൻസിന് എന്താണ്? ഇന്ത്യൻ്റെ ഡാറ്റ വേണം. ഇവിടെ കൂളായിട്ട് 20 വർഷം അവർക്ക് ഇവിടെ റൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇത്രയും വലിയ ലേബർ ഫോഴ്സ് ഉണ്ട്, ഇത്ര വലിയ എല്ലാ റിസോഴ്സും ഉണ്ട്. പക്ഷെ ഒരു സെൻസിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ സ്ലാക്കിലെ ഫസ്റ്റ് 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഒന്ന്, നമ്മളടുത്ത് മോഡൽസ് ഇല്ല. രണ്ടാമത്, അത് മോഡൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ചിപ്പില്ല. മൂന്നാമത്തെ സാധനം എന്താണ്? ആകെ ഡാറ്റാ സെന്റേഴ്സും അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലവും, അതിനുള്ള സ്ഥലം, വെള്ളം, അതിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക. ഇത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്തോ മെച്ചമുണ്ടോ വെച്ചാൽ അതും ഭയങ്കര സംശയമാണ്. ഇപ്പോൾ അബു നേരത്തെ പറഞ്ഞ ആക്സസിബിലിറ്റി, അതിൽ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, റീസെൻ്റായി നോക്കുമ്പോൾ മൊബൈൽ ഫോൺസിനൊക്കെ പൈസ കൊടുത്താൻ പറ്റും. അതായത് പണ്ട് നമ്മൾ ഒരു 20K അതേ സ്പെക്സുള്ള ഫോണ് നാളെ ഷസാമിൻ്റെ റിവ്യൂ എന്നാണ്. അതിനെന്താണ് ഇപ്പോൾ 35 to 40K റുപ്പീസ് വരണം. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചിപ്പ് വരണമെങ്കിൽ ഇതിന് പൈസ കൊടുക്കും. അങ്ങനെയാണ് ഈ ഫോൺ. അതായത് സെയിം സ്പെക്കിനൊക്കെ ഇപ്പം പണ്ട് നമ്മൾ യൂഷ്വലി ഒരു ആൾക്ക് ഫോൺ വളരെ നിർബന്ധമാണ് ഇപ്പോൾ. അപ്പോൾ അതിന് ഒരു 18-20K അടിയിലുള്ള ഫോണാണ് എല്ലാവരും നോക്കുക, യൂസ് ചെയ്യേണ്ടിട്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ പെട്ടെന്ന് അവർക്ക് ആവശ്യം വരുമ്പോൾ 20K അടിയിലുള്ള ഫോണാണ് നോക്കുക. പക്ഷെ ഇങ്ങനത്തെ 20K അടിയിലുള്ള ഫോൺ ഇപ്പം അവൈലബിൾ അല്ല. അതായത് വളരെ മര്യാദക്ക് റൺ ചെയ്യുന്നൊരു ഫോണാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ആണെന്ന് എന്ത് ചെയ്യാണ് ഹൈക്ക് ഇടണം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത്രയും പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്ക് ഒന്നിത് വാങ്ങാൻ പറ്റില്ല. 2, ഇപ്പം നിലവിലുള്ള ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിപ്പോഴത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ഫോണിൽ എന്തുണ്ട്, ഇവർ പറയുന്ന ഫോൺ ഫുൾ മൊത്തത്തിൽ ഇപ്പോൾ ജെമിനി ആണെങ്കിലും ആപ്പിളിൻ്റെ സിരി ആണെങ്കിലും ഇതൊക്കെ ഫോണിൽ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പല രൂപത്തിൽ നിങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മളൊരു പേഴ്സണൽ ലൈഫിൽ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഫോർ മാക്സിമം ഇമ്പ്യൂർ എന്താ വെച്ചാൽ ഈ ചില നമ്പർ ഒന്ന് കോപ്പി ചെയ്യേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഗൂഗിൾ ലെൻസ്, ജെമിനിയൊക്കെ യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് ഈ ഒരു ടെക്ക് നമ്മൾ വാങ്ങേണ്ടതുണ്ടോ ശരിക്കും? ഇപ്പോൾ ചിലപ്പം കുറച്ച് നേരം നിർബന്ധമായിട്ടൊക്കെ വരും. പക്ഷെ ഇപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഫോൺ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. നമുക്ക് കോള്, വാട്സപ്പ്, അത് കുറച്ച് മെസ്സേജിങ്, കുറച്ച് യൂട്യൂബ് പരിപാടിയെ വേണ്ടു. പക്ഷെ പറ്റൂല. ഇതൊക്കെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ടെക്നോളജിന്റെ പൈസ കൂടുന്നതിനാണ് AI ചിപ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഷസാമിന്റെ റിവ്യൂല് പറഞ്ഞത്. ഇതിൽ ഈ വേറൊരു സാധനം കണ്ടിരുന്നു. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കോമ്പണൻസിനും പൈസ കൂടാൻ പോവാണ്.
കാരണം ഇപ്പോൾ ആപ്പിള് അവരുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പൈസ 10 മുതൽ 20, 50%, ചില പ്രൊഡക്ട്സിന് 58% വരെ ഒരു പൈസ കൂട്ടി. സാധാരണ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ പൈസ കൂട്ടലില്ല. ഒരു പറയുന്നത് ഞങ്ങൾക്കൊരു അൺപ്രസിഡൻറ്റഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, നമുക്ക് പൈസ കൂടാൻ നിർവാഹമുണ്ട്. അപ്പോൾ ഒരു സെൻസിൽ പറയുന്നത് ഇതിനൊക്കെ കാരണം അതിലുള്ള ചിപ്പിൻ്റെ പവർ കൂടുന്നതുകൊണ്ടല്ല. ഇത് ഈ ഇവർക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, ഫോണ്, യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീനിലടക്കം ചിപ്പുണ്ട്. ആ ചിപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? ഈ പറഞ്ഞ ഈ കമ്പനീസാണ്. എൻവിഡിയ ആവട്ടെ, സാംസങ് ആവട്ടെ, ഗെയിമിങ്, എല്ലാത്തിനും ഇവരെ ഈ ചിപ്പ് ഉണ്ടാക്കും. ഇവർ എന്ത് ചെയ്യുന്നു? ഈ ചിപ്പ് ഉണ്ടാക്കുന്നതിന് പകരം ഹൈ ഡിമാൻഡുള്ള ഒരു ഏരിയ ഉണ്ട് വേറെ, പൈസയും കൂടുതൽ കിട്ടുന്നത്. അത് $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആണല്ലോ എൻവിഡിയ നടത്തുന്നത് ഈ AI ചിപ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ഓരോ ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ, സാംസങ് അടക്കം ഓരോ എല്ലാ പണി നിർത്തിച്ചിട്ട് AI ചിപ്സ് ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കോമ്പണൻസിൻ്റെ ഡിമാൻഡ് കൂടും. സെയിൽസ് സപ്ലൈ കുറവായതുകൊണ്ട് ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ടും കോമ്പണൻസിനെല്ലാം പൈസ കൂടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിനും പൈസ കൂടിക്കൊണ്ടിരിക്കണം. റൈസ് അത്രയും, അതായത് നമ്മൾ വിചാരിക്കും ആൾക്കാർ ഇപ്പം ഇങ്ങനെ പൈസ കത്തിച്ച് പോയിക്കോട്ടെ. അതായത് 2026 $725 ബില്യൺ ഈ 4 ടെക് ജയൻസ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡാറ്റാ സെൻറ്ററിൽ മാത്രം. എത്ര 725 ബില്യണ്. ഇന്ത്യൻ്റെ മൊത്തം ഇക്കഴിഞ്ഞ ആനുവൽ ബഡ്ജറ്റ് 625 എത്ര ബില്യണുള്ളൂ. ഇന്ത്യക്ക് മൊത്തം നമ്മളൊരു കൊല്ലം ചിലവഴിക്കാൻ വന്ന പൈസ, അതിനെക്കാട്ടി പൈസയാണ് 4 പ്രൈവറ്റ് കമ്പനീസ്, കോർപ്പറേഷൻസ് ഡാറ്റാ സെൻറ്റർ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം ചിലവഴിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ ഈ കോമ്പണൻസിൻ്റെ പൈസ ഒന്ന്, രണ്ടാമത്തെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നില്ലേ? എല്ലാവരും ഇത് യൂസ് ചെയ്താലേ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റില്ല, അത്രേ പറ്റുള്ളൂ. കാരണം AI എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അല്ല. ബേസിക്കലി നമ്മളത് മനസ്സിലാക്കണം. സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് എത്ര ആൾക്കും സെർവറിൻ്റെ അപ്ഡേഷത്തിനനുസരിച്ച് എത്ര ആൾക്കും ഇത് യൂസ് ചെയ്യാം. പക്ഷേ AI എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മൾ ജസ്റ്റ് ഹൗ ആർ യു എന്നുള്ളൊരു പ്രോംപ്റ്റ് ChatGPT അടിക്കുമ്പോൾ അത് നമ്മുടെ വൈഫൈ കണക്ഷൻ വഴി, ബ്രോഡ്ബാൻഡ് വഴി, ഫൈബർ വഴി ഈ ഡാറ്റാ സെൻറ്ററിലെത്തി അതിൻ്റെ ചിപ്പിൽ നിന്ന് അതിൻ്റെ റിപ്ലൈ വന്ന് അത് നേരെ തിരിച്ചു വന്ന് അപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും AI യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള പവർ ഇപ്പോഴും എത്തിയില്ല ഡാറ്റാ സെൻറ്റേഴ്സിൽ. അപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന എന്താ? AI ഇത്ര സ്റ്റോക്സ് ഒക്കെ കൂടാണ്, ഇപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. AI കമ്പനീസിനൊക്കെ കൂടിക്കൊണ്ടിരിക്കണം. ഓരൊക്കെ IPOയിൽ വന്നു, രജിസ്റ്റർ ചെയ്തു, ഓർക്കൊക്കെ ഭയങ്കര ഓരോ സ്റ്റോക്കൊക്കെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവർ ഈ പൈസ ഒക്കെ ഓർക്ക് കിട്ടുന്ന പൈസയുടെ 96% ഒരു ക്യാപെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്യാപെക്സ് എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാ സെൻറ്റേഴ്സിലാണ് ഒരു പൈസ ഇറക്കുന്നത്. 725 ബില്യൺ ഇറക്കി ഒരു പ്രൈവറ്റ് കമ്പനീസ് ആണല്ലോ. ഇതെങ്ങനെ തിരിച്ചെടുക്കും? സ്വാഭാവികമായിട്ടും എല്ലാവരും പറയാം എൻ്റർപ്രൈസസ്, നമ്മുടെ സബ്സ്ക്രിപ്ഷന് ഇതൊക്കെ വെച്ചിട്ട് എൻ്റർപ്രൈസസ് എന്ത് ചെയ്യും? കുറേ പൈസ കൊടുക്കും. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റർപ്രൈസസിന് ഇത് താങ്ങാൻ കഴിയുന്നില്ല. അതിന് പകരം ഇപ്പം ലിങ്ക്ഡ് AI എന്ന് പറഞ്ഞിട്ടൊരു ഇതിലൊരു ലിങ്ക്ഡിലൊരു പോസ്റ്റ് ഉണ്ട്. ലിങ്ക്ഡ് AI എന്നിട്ടൊരു കാലിഫോർണിയ ബേസ്ഡ്, സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട്. അതിൻ്റെ CEO ഇപ്പോൾ എടുത്തൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഞങ്ങൾക്ക് ടോക്കൺസ് മില്യൺ കണക്കിന് പൈസ ചിലവാകുന്നു. ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു? ഈ ആന്ത്രോപ്പിക്കിന് പകരം ക്ലോഡിന് പകരം ഓരെന്ത് ചെയ്തു? ഇപ്പോൾ DeepSeek യൂസ് ചെയ്യുന്നു. ചൈനീസ് മോഡൽസ് അതിനെക്കാട്ടി എത്രയോ ചീപ്പറാണ്. അപ്പോൾ AI ഇപ്പോൾ ഈ 4 പറഞ്ഞ ഈ അമേരിക്കൻ ടെക് ജയൻസ് എന്ത് ചെയ്തു? ഇവർ ഇത്ര പൈസ ഇറക്കുന്നു, 200 ബില്യൺ ഇറക്കുന്നു. ഇവർ വിചാരിക്കുന്ന ഈ ഇറക്കിയ പൈസ ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യും? എൻ്റർപ്രൈസസും നമ്മളെ ഇൻഡിവിജ്വൽ യൂസേഴ്സും തമ്മിൽ ഇത് എടുക്കാൻ പറ്റുന്നു. പക്ഷെ എൻ്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു നമുക്കിത് മുതലാവുന്നില്ല, ഇത് ലാഭമാവുന്നില്ല, അതിൻ്റെ യൂസേജ് ഓർക്കുന്നു. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? ഈ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്ത സാധനമാണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ AI-നായിട്ട് ഭയങ്കരമായിട്ട് റിലയബിളായിട്ട് മുന്നോട്ട് പോവാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ AI മോഡൽസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ റേറ്റ്സ് കുത്തനെ കൂടാൻ തുടങ്ങും. ഒരാൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ എൻ്റെ ഉപ്പടക്കം എല്ലാവരും ജെമിനിയോട് ചോദിക്കാം. അതായത് നമ്മൾ കുറച്ചും കൂടി മുമ്പേ ഇത് അക്യൂർ ചെയ്തു. നമ്മളെ ഒരു മുകളിലുള്ള ജനറേഷൻ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു രസം കിട്ടി തുടങ്ങി. എല്ലാവരും ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കുത്തുവേ പോയപ്പോൾ പള്ളിത്തെ ഖത്തീബ് ഇതാ പറയുന്നത്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയുള്ളത് എന്നല്ല പറയുന്നത്. നമ്മൾ ഈ ചരിത്രം പറയുന്നത്, മൂപ്പര് കർബലിൻ്റെ ചരിത്രം പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ChatGPT-നോട് ചോദിച്ചു നോക്കി. നമ്മളൊരു മുകളിലുള്ള ജനറേഷൻ മൊത്തം ഇതിങ്ങനെ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത് അക്യൂർ ചെയ്യാൻ സുഖമാണ്. ഫ്രീ കൊടുക്കുക, എല്ലാവർക്കും ഫ്രീ കൊടുക്കുകയാണ്. നമ്മൾ ഇതിങ്ങനെ റിലയബിളായി നേരത്തെ ഞാൻ പറഞ്ഞ കോഗ്നിറ്റീവ് ഡെപ്റ്റ് വന്നു. ഇനി ഇങ്ങനെ ഈ AI റേസ് മൂലം ഇതൊരു ബബിളായി പൊട്ടുകയാണെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ സംഭവിച്ചാൽ
പിന്നെ പൈസ ഒക്കെ ഹൈക്കാവും. നമുക്കൊരു മോഡൽ യൂസ് ചെയ്യുന്നതിന് ഭയങ്കര പൈസ കൊടുക്കാണ്ട്. എത്ര മോഡൽസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഫ്ലോ എന്താ ഫ്രീ പിക്ക് ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ലിങ്ക്ഡ് അല്ലേ. അപ്പൊ എല്ലാത്തിനും പൈസ കൂടാൻ പോണേ. അത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം. എനിക്കറിയില്ല, ഞാൻ തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ഈ പോക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ സിംപ്ലി ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരു ഫ്രീലാൻസ് ബേസിസിൽ അല്ലെങ്കിൽ പേഴ്സണൽ ബേസിസിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഹൈറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് എനിക്കിങ്ങനെ തോന്നുന്നു. നമ്മൾ അത്യാവശ്യം ഒരു ഇൻട്രൊഡക്ഷൻ ലെവലിൽ അത്യാവശ്യം സംസാരിച്ചു തോന്നുന്നു. എനിക്ക് നമ്മൾ ടച്ച് ചെയ്യാത്തൊരു സാധനം എൻ്റെ പ്രോബ്ലം പറയുമ്പോഴും ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്യാണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇസ്രായേൽ എങ്ങനെയാണ് യൂസ് നമ്മൾ ടെക് കമ്പനീസ് ഒക്കെ പറയുമ്പോഴും ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനസൈഡ് ഉണ്ടല്ലോ, ഇതിൽ ഇസ്രായേലിനെതിരെ വരുന്ന അലിഗേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഓല് ഈ യൂസ് ചെയ്യുന്ന എ ഐ ഈ ഫലസ്തീനിയൻസിനെ ജനസൈഡ് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് ലാവൻഡർ, അതായത് ഇവരെന്ത് ഈ ഫ്ലാഗ് ചെയ്യും ഒരു ഫലസ്തീനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം ഡാറ്റ കൊടുത്തിട്ട് ഇവനെത്രത്തോളം ഹമാസ് ലിങ്ക്ഡ് ആണ്, ഇവനെത്രത്തോളം ഹമാസ് ലിങ്ക്ഡ് മാർക്കറ്റ് ഫ്ലാഗ് സോഷ്യൽ സ്കോർ അല്ലേ. പിന്നെ ഗോസ്പൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ബിൽഡിങ്സ്, ഈ ഇങ്ങനെ ഫ്ലാഗ് ചെയ്ത ആൾക്കാരുടെ ബിൽഡിങ്സ്, ഇത് പോസിബിൾ ഒരു ഹമാസ് സ്റ്റേ ആണ്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നൊരു സാധനമാണ്, റീസെൻ്റ് മീൻസ് ഇപ്പോൾ എടുത്ത് പറഞ്ഞൊരു സാധനം വേർ ഈസ് ഡാഡി എന്ന് പറഞ്ഞൊരു സാധനം ഇസ്രായേൽ യൂസ് ചെയ്യണം. വേർ ഈസ് ഡാഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹമാസായിട്ട് ഈ ഇതാണോ ഇവര് ഇറക്കിയതാണോ വേർ ഈസ് ഡാഡി? മറ്റേ പീറ്റർ തീലിൻ്റെ കമ്പനി ഇല്ലേ, ഏതാന്ന് എനിക്കറിയില്ല. അൽ ജസീറിൽ വായിച്ചൊരു സാധനമാണ്. അതായത് ഇവരെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവരിപ്പോൾ ഒരാളെ കില്ലുകയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഫ്ലാഗിങ് ഒക്കെ വെച്ചിട്ട് ഓക്കെ ഇവൻ എന്താണ് ഒരു പൊട്ടൻഷ്യൽ ഇസ്രായേൽ എന്ന കൺട്രിക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ്, ഇവനെ കൊല്ലണം ഇവർ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവർ കൊല്ലൂല. ഇത് തീരുമാനിക്കുന്ന ആരെ? അത് ഇവർ ഇത്ര ഫ്ലാഗ് ഉണ്ട്, സ്വാഭാവികമായിട്ട് ഇവൻ എന്താണ് ഒരു പോസിബിൾ ത്രെറ്റാണ്. അപ്പോൾ ഇയാളെ വീട്ടിലേക്ക് എത്തുമ്പോൾ, ഇയാളുടെ ഫാമിലീസിനൊപ്പം എത്തുമ്പോൾ ഇത് സൂചിക്കും. ഓക്കെ ഇയാൾ സൂചിപ്പിക്കും ഇയാളെ ഫാമിലീസിനൊപ്പമാണുള്ളത്. അപ്പോൾ ഇയാളെ കൊല്ലും മിസൈലിട്ടിട്ട്. അപ്പോൾ ഇയാൾ മാത്രമല്ല, ഇയാളൊപ്പമുള്ള മൊത്തം ഫാമിലിനെ എന്ത് ചെയ്യാണ്, കൊല്ലാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വേർ ഈസ് ഡാഡി, പോസിബിൾ ത്രെറ്റിന്. അപ്പോൾ പലസ്തീൻ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത്, അതായത് എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വാർഫെയറിൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവന്ന കൺട്രി ആയിട്ട് എല്ലാവരും പറയാം, ഇത്രയും ഭയങ്കര കുറേ ടെക് സംഭവമാണെന്നുള്ളത്. പക്ഷേങ്കിൽ ഇത് പരീക്ഷിക്കുക എവിടെയാണ്, ഇവിടെ ഇപ്പുറത്ത് പലസ്തീനാണ്. അതിൽ ഈ ഒരു വാർഫെയറിലേക്ക് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സാധനങ്ങളും ഇസ്രായേൽ ആദ്യം യൂസ് ചെയ്തൊക്കെ പലസ്തീനാണ്. ഇങ്ങനത്തെ വേറെ വലിയൊരു ടോപ്പിക്കാണ്. അതായത് നമ്മള് ഇമ്പീരിയൽ പ്രൊജക്ടുകൾ മൊത്തം ഇസ്രായേലിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളിൽ യുക്രൈനിൽ വാർ നടക്കുന്നിടത്ത് മാത്രമല്ല, ജോബ്സിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചേർഡ് സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അറിയുന്നില്ല എന്നുള്ളതായിരിക്കും നമ്മള് വിസിബിൾ ആയിട്ടുള്ള വാറുകളാണെന്നുള്ളത്. അതും നമുക്ക് ഡിസ്കസ് ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് പൊതുവെ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്, കുറച്ച് ആപ്സ്, സൈറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് സിസ്റ്റംസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ റീൽസ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര എത്ര ബാക്കിലാണെന്നൊക്കെ തോന്നിക്ക, എന്തുകൊണ്ട് നിങ്ങൾ ക്ലോഡ് എടുക്കുന്നില്ല, നിങ്ങൾ ഇതാണ് ഇവിടെ അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ നമ്മള് അത് മാത്രമല്ല, ഇതിന്റെ ഒരു ബാക്കിലുള്ള വർഷങ്ങളായിട്ട് AI വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിന് പല തലങ്ങളുണ്ട് എന്നൊക്കെ നമ്മള് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലേമനായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഒബ്വിയസ്ലി റിസർച്ച് ചെയ്യുന്ന ഒരാൾ കാണുമ്പോൾ ഓക്കെ ഇതിൽ കുറച്ച് ബാക്കിൽ തോന്നിയേക്കും, പക്ഷെ നമ്മളും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്യാണ്, അങ്ങനെ ഒരു താല്പര്യത്തിലാണ് ഇത് തുടങ്ങുന്നതും. നമുക്ക് പറ്റുന്ന ഗസ്റ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നു വിചാരിക്കുന്നു. സമയം പോലെ ഓരോ ഏരിയാസിലും നമുക്ക് ഓരോരുത്തരും വിളിച്ചോ, അതായത് ഈ ആർട്ട് കൾച്ചർ അത് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം. ഇതിന് പല തലങ്ങളെ കോൺട്രാഡിക്ട് ചെയ്യുന്ന ക്രിട്ടിക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൊണ്ടുവന്നേ ഗുഡ് ബാഡ് പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റൂല. നാട്ടിൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇന്നലെ ഇട്ടല്ലോ, നമ്മളിങ്ങനെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പലരും കോണ്ടാക്ട് ഇങ്ങനെ ഒരാളുണ്ട്. ഈ ടെക്കിയാളാണല്ലോ കുറെയൊക്കെ ഇതിൽ ഇങ്ങനെ തലമൂടി ഇരിക്കുന്ന ആൾക്കാർ, ഒരു പുറത്ത് അവൈലബിൾ ആവൂല്ല. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇങ്ങനെ നമുക്ക് ടൈം അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നമ്മളെല്ലാം കണ്ടിന്യൂ ചെയ്യും. നമ്മൾ നിർത്തി വെച്ചതല്ല ഒന്നും, നമ്മൾ നിർത്താറില്ല. ഓക്കെ.